സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മുരിങ്ങ ഇല പൗഡറാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ. മുരിങ്ങയില പൗഡർ ചായ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് പ്രധാനമായും നിങ്ങളുമായി സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് മുരിങ്ങയില പൗഡറിൻ്റെ കൂടെ തന്നെ ശർക്കരയാണ് മധുരത്തിന് ചേർക്കുന്നത്. ശർക്കര ചേർക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരക്കകത്ത് അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ട്, അതേപോലെ മിനറൽസുകളുണ്ട്. പഞ്ചസാരയുടെ അതില്ല. അതുകൊണ്ട് തന്നെ പഞ്ചസാര ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയാൽ നമുക്ക് പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പോൾ മുരിങ്ങയില പൗഡറിനകത്തൊട്ട് ഇനി നമുക്ക് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു സ്നാക്സ് എന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ് കൊണ്ടുള്ളൊരു സ്നാക്സാണ്. ചായ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും തേയില ഇല്ലല്ലോ എന്നുള്ളൊരു പദം വരാം. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം ഉപയോഗിച്ചാണ് ഒരു മുരിങ്ങയില പാനീയം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തേയില ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേയില പോലെ ഉപയോഗിക്കാം. പക്ഷേ തേയില നല്ലതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഏതുപോലെ വെച്ചാൽ നല്ല ഭക്ഷണം ക്ലോസറ്റിനകത്ത് പോയിട്ടിരുന്ന് കഴിക്കുന്നൊരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നിരവധി രോഗങ്ങളെ നമുക്ക് ചേർക്കാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ ആ വീഡിയോയിൽ കാണുന്നതാണ് മില്ലറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്നാക്സ്. ഇത് നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ.